ഹലോ ഗായ്സ്, വോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം 4:30 ആയി. രാവിലെ ഒന്നും പോകാൻ പറ്റിയില്ല, ഇപ്പോഴാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോ പാർട്ടിക്കാരെ വിളിച്ചിട്ട് എന്താ വരാത്തെ, ഓട്ടോ വിടണോ, എന്താ കാണാത്ത, എന്താ വരുന്നത് ചെയ്യുന്നില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് അയക്കാൻ വയ്യാതാണ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചത്. ഞാൻ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് ഓർത്തിരുന്നാണ്. ക്യൂ നിൽക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു, അതെൻ്റെ കാര്യം. പിന്നെ ഇത് രണ്ടാമത്തെ കാര്യമാണ് എനിക്ക് ചൂണ്ടിക്കാണിച്ചത്. എൻ്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ലായിരുന്നു, പാൻ കാർഡ് മാത്രമേ അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ട്. ഇത് കണ്ടത്, ഇവരാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ, ഈ 3 പേര്. നമ്മ ഈ പൊത്തിപ്പിടിച്ചൊന്ന് പോകണ വേറൊന്നുമല്ല, നമുക്ക് എവിടെ പോകണമെങ്കിലും കയ്യിൽ ഇതുപോലത്തെ ഒരു കവർ വേണം. ഇതിനകത്ത് വേറൊന്നുമല്ല, എൻ്റെ അമ്മയുടെ സ്ലിപ്പും കാര്യങ്ങളും ID പ്രൂഫൊക്കെയാണ്. അപ്പോൾ അമ്മയുടെ ഫേസ് കാണിക്കുന്നതാണ് അമ്മ മുഖം പൊത്തിപ്പിടിച്ച് അത് സൈഡാക്കി കൊണ്ട് പോകുന്നത്. പിന്നെ ഇത്തവണ വോട്ട് ചെയ്യാൻ വരാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അത് ഇതാണ്, ഈ പള്ളി. കാരണം വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് അടുത്തുള്ള സ്കൂളിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും വോട്ട് വരുന്നത്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ പള്ളിയിൽ കയറുന്നത്. ഈ പള്ളിയിൽ നിന്നല്ല, ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം പള്ളിയുടെ അകത്തോട്ട് കയറുന്നത്. ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്, എന്നാലും ഇതുവരെ അങ്ങനെ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരു കാര്യം കൂടിയാണ് കേട്ടോ ഇങ്ങനെ കയറാൻ തോന്നിയത്. അപ്പോൾ അത് നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കയറി. പള്ളിയുടെ അവിടെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ വെച്ചായിരുന്നു കേട്ടോ വോട്ട്. നമ്മൾ ചെന്നപ്പോൾ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഓൾമോസ്റ്റ് ലാസ്റ്റ് ചെയ്യുന്നത് നമ്മളാണെന്ന് തോന്നുന്നത്. ബാക്കി ഓൾമോസ്റ്റ് മിക്കവരും രാവിലെ വന്ന് ചെയ്തിട്ട് പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കാരണം ഒട്ടും തിരക്കില്ല. എന്തി അവിടെ അതിന് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ അതൊക്കെ വായിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക്, അത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ ഇത് വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്തോട്ടൊന്നും നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല, അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ. അമ്മേനൊന്ന് കാണിക്കാൻ അമ്മ അപ്പോഴും ഓടിപ്പോയി. അമ്മയ്ക്ക് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര നാണമാണ്. അങ്ങനെ ഞാൻ ഓർക്കുമായിരുന്നു പണ്ടൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു 18 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കൊക്കെ ഈ കയ്യിലിങ്ങനെ വരയ്ക്കുമ്പോൾ അത് ഭയങ്കര കാര്യമാണ്. നമുക്ക് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുക, പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോഴും ഒക്കെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുക, അതൊക്കെ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ പക്ഷേ ഇതിനൊന്നും പുത്തിരിയല്ലല്ലോ, എല്ലാ വർഷവും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഒരു രസമുള്ള കാര്യം എന്താ, നമ്മൾ പോളിംഗ് ബൂത്തിനകത്തോട്ട് ചെല്ലുമ്പോൾ എല്ലാ പാർട്ടിയുടെ ഓരോരുത്തർ വെച്ച് അവിടെ ഉണ്ടാവുമല്ലോ. അവരിങ്ങനെ നമ്മളെ കാണുമ്പോൾ നോക്കും, നമുക്കല്ലേ, നമ്മുടെ പാർട്ടിക്കല്ലേ, നമുക്ക് തന്നെ വേണം കേട്ടോ. ഇങ്ങനൊരു നോട്ടമുണ്ട്, പറയില്ലെങ്കിലും അവരുടെ കണ്ണിലുണ്ടല്ലോ, അത് കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൊരു